അപ്പോൾ നമസ്കാരം മച്ചമ്പീസ്. നമ്മളൊരു വിയറ്റ്നാം ഏർലിയോ മറ്റ് പുതിയ ടൈപ്പ് ചെറുതിലെ തന്നെ ചക്ക ഉണ്ടാകുന്ന പ്ലാവ് കൊണ്ടുവച്ച് കഴിഞ്ഞ് ആദ്യം, അതായത് 6 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ കഴിഞ്ഞിട്ട് ചക്ക ഉണ്ടാകുമ്പോൾ എല്ലാ ചക്കയും കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിനകത്ത് ചക്ക ഉണ്ടാകത്തില്ലെന്ന്. അപ്പോൾ 1 or 2 പ്രാവശ്യമൊക്കെ ഇങ്ങനെ ചക്ക കരിഞ്ഞു പോകും. അപ്പോൾ അതിനൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിനകത്ത് ആൺപൂവും പെൺപൂവും ഉണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ആൺപൂവിന് ദണ്ട ഇതുപോലെ ഒരു വലയം, ഇതേപോലൊരു വലയം കാണത്തില്ല. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ആൺപൂവിനെയും പെൺപൂവിനെയും തിരിച്ചറിയാൻ പറ്റും. ഈ കള പൊട്ടുമ്പം ഇതേപോലെ ഒരു വലയം വന്നു കഴിഞ്ഞാൽ, ഈ മേളിൽ കണ്ടോ, ഈ വലയം കണ്ടോ, ഈ വലയം വന്നു കഴിഞ്ഞാൽ അത് പെൺപൂവാണെന്ന് നമുക്ക് മനസ്സിലാകും. ആ ചക്ക നമുക്ക് പിടിച്ചു കിട്ടും. കണ്ടോ, ഈ മേളിൽ കണ്ടോ ഈ വലയം. അപ്പോൾ ഇത് നമുക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഈ ഇങ്ങനെ വലയം വരുന്ന ചക്കകളെല്ലാം നമുക്ക് ഉണ്ടാകും. കണ്ടോ, വളരെ ചെറുതാണ്, ഇത് കള പൊട്ടിയതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ആൺ കളയെയും അതുപോലെ പെണ്ണിനെയും തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഇതും പെണ്ണാണ്. അപ്പോൾ ഈ ഞെട്ടിൽ അപ്പോൾ ഈ ചക്ക പിടിക്കും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഞെട്ട് നല്ല കട്ടിക്ക് വരും. കണ്ടോ, നല്ല കട്ടിക്ക്. ആ ചക്കയെ താങ്ങി നിർത്താനുള്ള ഒരു കഴിവോട് കൂടിയായിരിക്കും അതിൻ്റെ ആ ഞെട്ട് വരുന്നില്ല. കണ്ടില്ല.